ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് വാട്ട് ഹി യൂസ്ഡ് ടു ടീച്ച് ദം. ഇങ്ങനെയായിരുന്നു അവൻ അവരോട് ഉപദേശിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി സാറ്റ് ഡൗൺ. വാസ്തവത്തിൽ റബ്ബിമാരൊക്കെ പല രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബിമാര് നടന്നുകൊണ്ട് പഠിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നെ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇരുന്ന് പറയുന്നതായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. ഹി സാറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗിരിപ്രഭാഷണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തീയമായ മെസ്സേജസിൽ പെട്ടെന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്നതായ പല കാര്യങ്ങളുണ്ടായിരിക്കാം. There are something very serious that you cannot play music with. ചില കാര്യങ്ങൾ നമുക്ക് ലഘുവായിട്ട് പറയാൻ പറ്റുന്നിരിക്കും, കഥകളിലൂടെ പറയാൻ പറ്റുന്നിരിക്കും. പക്ഷെ കഥകളിലൂടെ പറയാതെ അല്ലെങ്കിൽ പറയാൻ കഴിയാത്തതായ നേരിട്ട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അതിന് വ്യാഖ്യാനം പോലും ആവശ്യമില്ല. പാരബിൾസിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാരബിൾസ് യേശു കർത്താവ് വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചു, പാരബിൾസ് എന്തെങ്കിലും പറയുന്നത് വ്യാഖ്യാനിക്കാനാണല്ലോ പാരബിൾസ്. പക്ഷേ ഇല്ലേ, ഉപമകൾ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സനാതനമായ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടെ കഥകൾ ചേർത്ത് പറയുക എന്നുള്ളതാണ് സ്വാഭാവികമായി പാരബിൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ യേശു കർത്താവ് പാരബിൾസ് ഉപയോഗിച്ചത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടാ. ഈസോപ്പ് കഥകൾ പറയുന്നത് പോലെ അല്ല. യേശു കർത്താവ് കാര്യം മനസ്സിലാക്കാൻ കുറച്ച് കഥ പറഞ്ഞതല്ല. നോർമലായിട്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകൾ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരെ അടുത്ത് വരുമ്പോൾ അവർക്ക് വീണ്ടും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഉപമകൾ യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ കൽപ്പനകൾ അവൻ ഒരിക്കലും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് കൽപ്പനകളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം, ഉപമ വിശദീകരിക്കേണ്ടെന്നാ. പക്ഷെ തിരിച്ചാ കാര്യം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റാത്ത, ഇറ്റ് ഈസ് പ്ലെയിൻ, അവന്റെ കൽപ്പനകളാണ്, അവന് പറയാനുള്ള കാര്യങ്ങൾ, അവന്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളാണ്, അല്ലെങ്കിൽ അത് അനുസരിച്ചേ പറ്റുള്ളൂ. ഓപ്ഷൻസ് ഇല്ലാത്തതാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ, യേശു കർത്താവിന്റെ കൽപ്പനകൾ. അതായത് കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണെങ്കിൽ പാരബിൾസ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സ്വഭാവമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ദൈവരാജ്യത്തിന്റെ ക്യാരക്ടറാണ്. ഉപമകൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ക്യാരക്ടറാണ്, ദൈവരാജ്യം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ കൽപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്? ക്യാരക്ടർ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. പാരബിൾസിൽ വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് കിങ്ഡം ഇറ്റ് ഈസ്, എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് കർത്താവ് എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. പക്ഷേ ഗിരിപ്രഭാഷണം കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. അത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. മറ്റു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെന്താണ് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കയറിയവർക്ക് മാത്രമേ പറ്റുള്ളൂ. ലോകത്തിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഉപമകൾ കർത്താവ് പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകത്തില്ല? അതെ, എന്റെ പ്രസംഗം കേൾക്കുന്നവരൊന്നും ബുദ്ധിയില്ലാത്തവരാണ്, നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉള്ളത് കൊണ്ട് മനസ്സിലാകുമെന്നാണോ കർത്താവ് പറഞ്ഞു? അല്ല. ഒരുപക്ഷെ യേശു കർത്താവിന്റെ പ്രസംഗം കേട്ട പുറത്തുള്ളവരായിരിക്കും യേശുവിന്റെ ശിഷ്യന്മാരെക്കാൾ ബുദ്ധിയുള്ളവര്. പക്ഷേ അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് ലോകത്തിന്റെ സിദ്ധാന്തങ്ങൾക്കും ലോകത്തിന്റെ ചിന്തകൾക്കും ലോകത്തിന്റെ സ്വഭാവത്തിനും നേരെ വിപരീതമാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവം. അത് ആർക്കേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ? ശിഷ്യന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൽപ്പന അങ്ങനല്ല. കൽപ്പന നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ, തുറന്നു വെച്ചിരിക്കുന്നതായ ഒരു പുസ്തകമാണ്. അതനുസരിച്ചേ പറ്റുള്ളൂ. അതിന് ഓപ്ഷൻസ് ഇല്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപമകൾ വ്യാഖ്യാനിക്കത്തില്ല, പക്ഷേ കൽപ്പനകൾ ശരിക്കും വ്യാഖ്യാനിക്കും. ഞങ്ങളുടെ ഒരു മിഷണറി ചെയ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ ഉപദേശങ്ങൾ നമ്മൾ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു? മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇതങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, നമ്മളത് ചെയ്താൽ മതി. പക്ഷെ നമ്മളത് ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും?
അത് കർത്താവ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല, അത് അങ്ങനെ തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞതാ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല. ഇറ്റ് ഈസ് സോ ഈസി. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, അതിന് പ്രത്യേകിച്ച് ബുദ്ധി വേണമെന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ? ആ ദൈവരാജ്യത്തിന്റെ മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ. ദൈവരാജ്യത്തിന്റെ മനസ്സ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇത് വളരെ സീരിയസ് ആണ്. ഒന്നാമത് ഇത് വളരെ സീരിയസ് ആണ്. ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അങ്ങനെ തന്നെ നമ്മൾ അറിയണം. പലപ്പോഴും ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്കൊരു മനസ്സില്ല. എല്ലാത്തിനെയും വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടല്ല. യേശു കർത്താവിന്റെ ഉപദേശങ്ങൾ ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ അതേ അർത്ഥത്തിൽ അതേ വെയിറ്റേജിൽ നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. അത്രയും ശക്തിയോടുകൂടെ തന്നെ നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. അതിനെ ലഘൂകരിക്കാൻ നമുക്ക് ആരാ അവകാശം തന്നത്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പോ പറഞ്ഞതെന്നറിയാമോ? മോനെ, വലിയ പ്രയാസമാണ് കേട്ടോ, ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന കാര്യം വലിയ പ്രയാസമാണെന്നാണോ കർത്താവ് പറഞ്ഞേ? അല്ല. എന്താണ്? നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ കഴിയുകയില്ല. നിങ്ങളെന്തിനാ ലൈറ്റ് ആക്കുന്നത്? അങ്ങനെ ലൈറ്റ് ആക്കുന്നതിന് കർത്താവ് ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ല. കർത്താവ് പാപമെന്ന് വിളിച്ച കാര്യത്തെ പാപമെന്ന് വിളിക്കണം, അതിനെ ലൈറ്റ് ആക്കരുത്. ഒരു സഹോദരി വന്നിട്ട് ഒരു കഥയാ, ഒരു പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നെ ചോദിച്ചു, എന്ത് പറ്റി? അതെ, എനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, കാര്യങ്ങളെയൊക്കെ കൂട്ടി പറയുന്ന ഒരു സ്വഭാവമുണ്ട്, എക്സാഗ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ബലഹീനത എനിക്കുള്ളത് കൊണ്ട് പാസ്റ്റർ എനിക്ക് വേണം, എന്ത് ചെയ്യണം? ആ ബലഹീനതയിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. പാസ്റ്ററോടെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതെന്താ പാസ്റ്ററെ? ഞാനൊരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി പോലും അല്ല വന്നത്, എന്റെ ഒരു ആത്മീയ ആവശ്യം എന്തുവാ? എനിക്ക് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബലഹീനത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞോളൂ. അത് മാറാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് എന്താ പാസ്റ്റർ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞത്? പാസ്റ്റർ പറഞ്ഞ, സഹോദരി ആദ്യം പറയണം എനിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട്, എന്നാ ഞാൻ പ്രാർത്ഥിക്കാം. കാര്യം എക്സാഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കള്ളം പറയാന്ന, അല്ലാതെ എന്തോന്നാ? അത് നമ്മൾ പറയത്തില്ല. നമ്മളിന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി പറയുന്ന ഒരു ബലഹീനത ഉണ്ടെന്നൊക്കെ അല്ലേ? അത് ബലഹീനതയൊന്നും അല്ല. എന്താണ്? ഇറ്റ് ഇസ് എ സിൻ. കോൾ സിൻ എ സിൻ. പാപത്തെ എന്ത് ചെയ്യണം? പാപമെന്ന് തന്നെ വിളിക്കാൻ നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ, അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഇന്നത്തെ ആധുനികമായ സമൂഹത്തിൽ ലോകം സീരിയസ് അല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, ലോകത്തിന് ഇന്ന് ഒന്നും സീരിയസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിന് എന്തോന്ന് സീരിയസ്നെസ്? ഈവൻ സെക്ഷൽ ഇമ്മൊറാലിറ്റി പോലും ഇന്ന് ലോകം എന്തായിട്ട് ചിന്തിക്കുന്നില്ല, ഒരു വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ചിന്തിക്കുന്നില്ല. എന്ന് വെച്ചുകൊണ്ട് സഭയിൽ അത് അനുകൂലിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ചിന്ത. ഞാൻ ഈ ആഫ്രിക്കയിലെ ഉദാഹരണം പലപ്പോഴും പറയുമ്പോഴത്തേക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഞാനൊരു ചർച്ചില് ഒരു യൂത്ത് ക്യാമ്പ് നടക്കുക, 13 ചർച്ചസിന്റെ ആൾക്കാരെല്ലാം കൂടി ആഫ്രിക്കൻസാണ്. അവിടെ ചെന്ന് ഞാൻ ബാപ്റ്റിസത്തെ കുറിച്ച് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഞാനവിടെ പറഞ്ഞു, ബാപ്റ്റിസം ഈസ് ജസ്റ്റ് ലൈക്ക് എ മാരേജ്. യു ആർ മാരീഡ് ടു ജീസസ്. ആൻഡ് എവ്രിവെയർ മാരേജിനകത്ത് വിവാഹം കഴിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്, അല്ലെങ്കിൽ എന്താണ്, വി ഡു സംതിങ്, ഇറ്റ്സ് എ സെറിമണി. ലൈക്ക്വൈസ് ബാപ്റ്റിസം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കർത്താവിനോട് ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ പബ്ലിക്കിൽ പറയുകയാണ്, എന്ത്? ഐ എം ഗോയിങ് ടു ലിവ് വിത്ത് ജീസസ്, ഹി ഈസ് മൈ ഹസ്ബൻഡ്. അത് പറയേണ്ടത് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു കൺസിഡർ ബാപ്റ്റിസം ആസ് എ സീരിയസ് ഇഷ്യൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് മുറി എടുക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് മുറി തരുമോ? എന്നോട് പറഞ്ഞില്ല. കണ്ടോ, അതാണ് കാര്യം. വിവാഹം കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മുറി കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മുറി കിട്ടാത്തത്? ഉടനെ പിള്ളേർ പറയാ, അത് സാറേ ചുമ്മാ എന്നാ പറ്റത്തില്ല, പൈസ കൊടുത്തെങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട്, ഒരു ലോയർ ഉണ്ട്, അവനോട് ഞാൻ ചോദിച്ചു, ജെയ്മി ഇവരെന്താ പറയുന്നത്? ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഗോ ടു എ ഹോട്ടൽ വിത്ത് എ ഗേൾ ഇഫ് യു ആർ നോട്ട് മാരീഡ് ടു ദാറ്റ് ഗേൾ? വൈ നോട്ട്? അവൻ ലോയർ, അവൻ പറഞ്ഞു അതിനെന്താ? ഞാൻ ചോദിച്ചു, അങ്ങനെ പറ്റുമോ? പിന്നെ വിവാഹം ആവശ്യമില്ലേ? എന്നോട് മൊസാംബിക്കിന്റെ നിയമം അനുസരിച്ച് ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് സംബഡി ഇറ്റ് ഈസ് അപ് ടു യു, നിയമം അനുസരിച്ച്. പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
നാളെ സ്വത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാകുകയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അത് വേണ്ടായോ? നീ കെട്ടണമെന്ന് ആർക്കാ നിർബന്ധം? ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ദ കൺട്രി എന്ന് വെച്ചുകൊണ്ട് ചർച്ചിന്റെ സിസ്റ്റം അതാണോ? അല്ല. ദർ ആർ സംതിങ് ദാറ്റ് ഇസ് വെരി സീരിയസ്. വേദപുസ്തകത്തിൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണം. അവിടെ പാട്ടും കൂത്തും ഒന്നും പോരാ. ഞാൻ ഒരിക്കലും ഒരു യൂത്ത് ക്യാമ്പിന് ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഇതൊന്നും നമ്മുടെ പിള്ളേരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വൈ? അവരൊക്കെ നല്ല പിള്ളേരാ. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല പിള്ളേരോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത്? അല്ല, ഞങ്ങളുടെ പിള്ളേരൊന്നും അങ്ങനെ കുഴപ്പമുള്ള പിള്ളേരൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല പിള്ളേരാണെങ്കിൽ തന്നെ അവർക്ക് രക്ഷിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ? നമ്മളെയൊക്കെ ചിന്തയാണ് നമ്മുടെ പിള്ളേർക്ക് കള്ളത്തരം അറിയത്തില്ലെന്ന്. അറിയാമോ ഇല്ലയോ എന്നുള്ളത് അവരൊക്കെ പോകുന്ന സ്ഥലത്തൊന്നും ഒന്ന് നോക്കണം, അന്നേരം അറിയാം. നമ്മുടെ ഒരു സമാശ്വാസമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിലും അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയണ്ടേ? കുറച്ച് പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഞാൻ പിള്ളേർ എന്തിനാ വന്നിരിക്കുന്നത്? അവർക്കൊരു എൻജോയ്മെന്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാമ്പ് നടത്തുന്നത് എന്റർടൈൻമെന്റ് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ വല്ലവരെ വിളിക്കണം. എന്റർടൈൻമെന്റ് അല്ല അവർക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു തെറ്റിദ്ധാരണയാണ് പിള്ളേരെ എന്റർടൈൻമെന്റ്. എന്നാ പിന്നെ അവര് സ്കൂളിൽ നടത്തുന്ന എന്തെങ്കിലും ക്യാമ്പിന് പോയാൽ പോരെ? അവർക്ക് പാട്ട് പാടാൻ വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ അവർക്ക് ഡിസ്കോ ക്ലബിൽ പോയാൽ പോരെ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ക്യാമ്പിന്? എന്തിനാണ് നിങ്ങൾ ക്യാമ്പ് നടത്തുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആൻഡ് ഐ ആം നോട്ട് ആൻ എന്റർടൈനർ. ഐ ഹാവ് എ മെസ്സേജ്. എന്നോട് പറഞ്ഞ ബ്രദർ, ആ മെസ്സേജ് പറയുകയാണെങ്കിലും അതിനോട് ചേർന്ന് കുറച്ച് തമാശയോടൊക്കെ ചേർത്ത് പറയണ്ടേ, കുറച്ച് ജോക്കൂടൊക്കെ. എന്നാ ഞാൻ പറഞ്ഞു, there are some messages that you cannot play music with. പാമ്പ് കടിക്കാൻ വന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്തുവാ പാട്ട് പാടിക്കൊണ്ടാണ് ഇരുന്നത്? യു ജസ്റ്റ് ക്രൈ സ്നേക്ക്. പാമ്പ് എന്ന് പറഞ്ഞാൽ അലറുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അന്നേരം നിങ്ങൾ എന്താ പാട്ട് പാടാൻ പോവുകയാണോ? അല്ല. ഇറ്റ്സ് എ സീരിയസ് മെസ്സേജ്. ഇറ്റ്സ് എ സീരിയസ് മെസ്സേജ്. പിന്നെ ഞാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ കെമിസ്ട്രി ക്ലാസ്സിൽ അവരുടെ പ്രൊഫസർ എത്ര ജോക്കാ പറയുന്നത്? കെമിസ്ട്രി പഠിപ്പിക്കുമ്പോ എന്നാ ജോക്ക് പറഞ്ഞോണ്ടാണോ പഠിപ്പിക്കുന്നത്? ആണോ? അല്ലല്ലോ. അപ്പോ സ്കൂളിൽ അവർക്ക് സീരിയസ് ആയിട്ട് പഠിക്കാനുണ്ട്. ആത്മാവിന്റെ രക്ഷയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് പറ്റത്തില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? there are some messages that is very serious. ആ സീരിയസ് ആയിട്ടുള്ള മെസ്സേജ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളാ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ പറയണം ചില കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ളത്. അവർക്ക് സീരിയസ്നെസ് മനസ്സിലാക്കണം. അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അവർ സ്കൂളിൽ പോയി കാണിക്കുമോ? ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചിലെ പിള്ളേര് 8-10 വയസ്സുള്ള പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കടലാസി ഉരുട്ടി ഒരുത്തന്റെ വായിലോട്ട് എറിയുന്നു, കണ്ണിലോട്ട് എറിയുന്നു. ഞാൻ ഒരുത്തന്റെ കൈയൊക്കെ പിടിച്ചോ, അവന്റെ കൈ തട്ടിയിട്ട് അവന്റെ കൂട്ടുകാരൻ്റെ നേരെ കടലാസ് എറിഞ്ഞു. കൈ തട്ടിയിട്ട്. കൊച്ചു 2 വയസ്സുള്ള പിള്ളേരാണെങ്കിൽ പോട്ടെ, നമുക്ക് അവൻ അറിയാൻ വേണ്ടിട്ടെന്ന് പറയാം. പക്ഷെ ഇവന് 7-8 വയസ്സുള്ള അല്ലെങ്കിൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാ. ഇവന്റെ സ്കൂളിൽ ഇത് നടക്കുമോ? സ്കൂളിൽ ഇത് നടക്കുമോ? ഡു യു തിങ്ക് ദാറ്റ് ഇൻ ഹിസ് സ്കൂൾ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. പിന്നെ ചർച്ചിൽ എന്തും കാണിക്കാം. എന്തുകൊണ്ടാ? അപ്പനും അമ്മയും കൊടുത്തിരിക്കുന്ന സന്ദേശം ഇതാണ്: ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിചിരി പരിപാടിയാണ്. ഈസ് ഇറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സീരിയസ് മെസ്സേജ് ആണെങ്കിൽ ആ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് when Matthew was explaining this, he said, he sat down. അവൻ ഇരുന്ന് ഓടിപ്പോകുന്ന പോക്കിൽ പറഞ്ഞതല്ല. This is a very serious message. ആ സീരിയസ് ആണ് തന്നെയല്ല, ഇന്റിമേറ്റ് ആണ്. ഇന്റിമേറ്റ് മെസ്സേജ് ആണ്. യേശു ഇവിടെ അവന്റെ ഹൃദയം തുറക്കുകയാണ്. അപ്പൊ ഗിരിപ്രഭാഷണത്തിൽ യേശുവിന്റെ ഹൃദയമാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹിസ് വേർഡ്സ്, ഇറ്റ് ഇസ് ഹിസ് ഹാർട്ട്. അവന്റെ മനസ്സ് അവൻ തുറക്കുകയാണ്. അവനെ അറിയുന്നവന് മാത്രമേ അവന്റെ മനസ്സറിയാൻ പറ്റൂ. യേശുവിനെ അറിയാതെ യേശുവിന്റെ മനസ്സറിയാൻ പറ്റത്തില്ല. യേശുവിന്റെ മനസ്സറിയാതെ യേശുവിന്റെ വാക്കുകളെ അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞത്, യേശുവിന്റെ വാക്കുകൾ അവനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് മീനിങ്ലെസ് വേർഡ്സ് ആണ്. യേശുവുമായിട്ട് ചേർന്ന് മാത്രമേ പറ്റുകയുള്ളൂ. യേശുവിനെ ഒരു ടീച്ചർ എന്ന നിലയിൽ ആദരിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അവർക്ക് യേശുവിന്റെ ടീച്ചിങ് മതി, യേശുവിനെ വേണ്ട. വിശ്വാസികളുടെ കാര്യത്തിൽ അത് തന്നെ. ടീച്ചിങ് അല്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ടീച്ചിങ്ങും വേണ്ട, യേശുവും വേണ്ട, യേശു തരുന്നത് മതി.
മറ്റുള്ളവർക്കൊന്നും അല്ലെങ്കിൽ യേശുവിന്റെ ടീച്ചിങ് എങ്കിലും വേണം. വിശ്വാസികൾക്ക് വന്ന് യേശുവും വേണ്ട, യേശുവിന്റെ ടീച്ചിങ്ങും വേണ്ട, പിന്നെന്ത് മതി? അവൻ വല്ലതും തരുന്നതുണ്ടെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് യേശുവിനൊരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സാന്റാക്ലോസിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, അവന്റെ ഉടുപ്പിൽ ഒരു 50 പോക്കറ്റ് കാണും. 50 പോക്കറ്റിൽ ഓരോ സമ്മാനം കാണും. കാണുന്ന പിള്ളേർക്കെല്ലാം എങ്ങനെയുള്ള പിള്ളേരാണെങ്കിലും കുഴപ്പമില്ല, സമ്മാനം കിട്ടും. ഇതുപോലെ യേശു ഒരു സാന്റാക്ലോസിനെ പോലെ നമുക്കെല്ലാം ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് തന്നെയല്ല നമ്മൾ ചോദിക്കുന്നത്, ആവശ്യമുള്ളതാണ് പിന്നെ വേണ്ടുകയില്ല. എല്ലാ അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും ചെന്ന് പറഞ്ഞാൽ അതെല്ലാം തരാനായിട്ട് നോക്കിയിരിക്കുന്നതായ ഒരു സാന്റാക്ലോസിനെ പോലെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്.